ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ആക്ച്വലി ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സോ വി ആർ ഗോയിങ് ടു ട്രൈ സംതിങ് ന്യൂ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമ്മള് ഇന്ന് നമ്മള് ഉണ്ടാക്കാൻ പോകുന്നത് അഫ്ഗാനി ചിക്കൻ. പക്ഷേ അതിലൊരു ഇറാനി ടച്ച് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. മിക്സഡ് ഫ്യൂഷൻ ഫ്ലേവർ ഓഫ് അഫ്ഗാനി ആൻഡ് ഇറാനി. ഹലോ ഗൈസ്, സോ ഞങ്ങൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ ചെയ്തു. ബിക്കോസ് ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കരമായിട്ട് ഇറ്റ്സ് बहुत ज़्यादा लेंथी हो जाएगा. അപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ മാരിനേറ്റ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ് ചിക്കൻ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാനി ഇറാനി ചിക്കൻ. അതിൽ മെയിൻലി വേണ്ടത് കൊറിയൻഡർ ഉണ്ട്, ധനിയ. ധനിയ ഇസ് ഇമ്പോർട്ടൻറ്റ്, ദ മെയിൻ ഫ്ലേവർ. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സി ധനിയ, അനിയൻ, ഗാർലിക്, ginger and chili. ചില്ലി, That's all. ജസ്റ്റ് ചില്ലി ചില്ലി ചില്ലി. You have to cut. क्यों? क्योंकि फ्राई करने के बाद हमें पेस्ट ही करना है तो उसको कट करने की जरूरत नहीं है. വീഡിയോ ചൽ रहा है तो എന്തേലും ഒന്ന് കട്ട് ചെയ്താലേ വീഡിയോ വേണ്ടേ? ചെറുതായിട്ട് ഇങ്ങനെ ആക്ടിങ്. ഭയങ്കര ഭയങ്കര ഇത് ആക്ച്വലി ടൈം ടേക്കിംഗ് പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ചെറിയ ഒരു സംഭവം വരുന്നുണ്ട്. ദാറ്റ് ഈസ് ചിക്കൻ एक फ्राई. बात बताओ, क्या? आपने टी शर्ट उल्टा पहना है. नहीं, ഞാൻ ടീഷർട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞ് പോയി ഗൈസ്. റെഡിയായി ഗൈസ്, റെഡിയായി, ഞാൻ റെഡിയായി ഗൈസ്. ബട്ടർ ഓയിൽ ഇട്ടിരിക്കുകയാണ്. സംഭവം പൊളിക്കും. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്നും പറഞ്ഞിട്ട്. टाइम कितना ടൈം കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ ഇതിനകത്ത് പെപ്പർ ഇടുന്നതാണ് ഗൈസ്. പെപ്പർ ഇട്ട് ഞങ്ങൾ പൊളിക്കും. ഇടിഞ്ഞ് പണ്ടാരടങ്ങി കുത്തുവാളം എടുക്കും ഗൈസ്. Only if you have a spice tolerance. എരിവ് ഓക്കെ ആണെങ്കിൽ ഇടാം. എങ്ങനെ ഉം. പറ? Yeah, yeah. എരിവ് ഓക്കെ ആണെങ്കിൽ ഇടാം. എരിവ് എരിവ് സ്പൈസ് എരിവ് ഓക്കെ ആണെങ്കിൽ ഇടാം. ഇടാം, ഇല്ലെങ്കിൽ ഇടണമെന്നില്ല. ആക്ച്വലി അഫ്ഗാനി ഇറാനി ഡിഷ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, നോൺ സ്പൈസി ക്രീമി ആയിട്ടുള്ള ഒരു ഡിഷാണ്. മീൻസ് മാക്സിമം പേർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഇറാനിന്റെ ഇതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പൈസിന്റെ കൂടെ നമ്മൾ അതിന്റെ ഫ്ലേവർ എടുക്കുന്നുണ്ട്. അഫ്ഗാനി എന്ന് പറയുമ്പോൾ ഫുള്ളി ക്രീമിയാണ്. അതിന്റെ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചിക്കന്റെ ആ വെള്ളം നമ്മളെന്താ പറയാ, അത് ക്രീമി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പുറത്ത് റോസ്റ്റഡും അകത്ത് കുറച്ച് ക്രീമി. പക്ഷെ നമ്മളിപ്പം ചെയ്തതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാനി ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഗാർലിക്കും ജിഞ്ചറിന്റെ കുറച്ച് പിന്നെ പെപ്പർ, ഇതിന്റെ ഒരു ചെറിയൊരു മിക്സപ്പ് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. ഉണ്ടാക്കി കഴിയുമ്പോൾ അറിയാം എന്താവും. അപ്പോൾ അതിനെ നമ്മളിങ്ങനെ ഉലുങ്ങി എന്ന് വെച്ചാൽ ഇങ്ങനെ ഷിക് 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 ചെയ്തു. ഇപ്പോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ആയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, So this is done. Now we'll turn off the stove. This part is done. അപ്പൊ ഇത് ഇത്രയും മതി. ഒരു 50% അല്ലെ? We did not to burn the onion and all. Just a little ഒന്ന് bit golden brown. ഒരു നൈസായിട്ട് കുറച്ച് ബ്രൗണിഷ് ആയിട്ട് വെച്ചാൽ മതി. മുളക്, golden. പിന്നെ ധനിയ. ധനിയക്ക് എന്താണ് മലയാളത്തിൽ പറയുന്നത്? I know everything. You know, I'm. അല്ല, കരിവേപ്പിലല്ലോ. കൊറിയൻഡർ ഗൈസ്, കൊറിയൻഡർ ലീഫ്. ഓക്കെ, ഇനി നമ്മൾ ഇതെടുത്ത് നമ്മൾ ഒരു പാത്രത്തിലിട്ട്
സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. നമ്മളിത് ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്ത് ആഡ് കേസ് Onion, coriander, ginger, garlic, chili paste with curd. വിത്ത് കേർഡ്, And a little bit of masalas. മസാലാസ് എന്ന് പറയുമ്പോൾ അതല്ല എന്താണ് മസാല? ഓക്കെ, ടർമറിക് ചില്ലി പൗഡർ അതല്ല. Coriander, cumin, garam masala. ഓക്കെ, അടുത്തെന്താ ചെയ്യാൻ പോണത് നമ്മൾ? Chicken fry. ചിക്കൻ ഫ്രൈ ചെയ്യണം. ഇതിനകത്ത് ഇത് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൂടെ അത് സെറ്റാവും, അങ്ങനെയല്ലേ അല്ലേ? Only 50%, 60% fried. Then 60% ഫ്രൈ. with the gravy, അത് കഴിയുമ്പോൾ പൊളിക്കും അല്ലേ? എന്ത് ചെയ്യും? പൊളിക്കും. അന്ത്രാസ് കുന്ത്രാസ് കളിപ്പ് തീരുന്നില്ലല്ലോ തലേ. സംഭവം ഇന്നലെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്ക് റായ മാണിക്കം കണ്ടായിരുന്നു. അതിലൊരു ചെറിയൊരു അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഡയലോഗ്. കാരണം ഫ്രൈ ചെയ്യണമെങ്കിൽ പിന്നെ തവ തന്നെ വേണ്ടേ? അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റില്ല, തവ മതി. തവയിലുണ്ടാക്കാം. എന്തേനു മതി. അപ്പോ നമ്മൾ ഈ വെച്ചിരിക്കുന്ന മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ നമ്മളിനി എല്ലാ പീസും ഫ്രൈ ചെയ്യേണ്ടി വരും. ആ കറിയിൽ ഇടേണ്ട എല്ലാ പീസും ഫ്രൈ ചെയ്യേണ്ടി വരും. എന്നാലേ ആ കറിക്കൊരു ഗുമ്മ കിട്ടും. മനസ്സിലായി? ഗുമ്മ ഇല്ലെങ്കിൽ ചെയ്യണം. സോ എന്ത് വേണേലും ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടം. ഇതില്ലാന്നും പറഞ്ഞിട്ട് അഫ്ഗാനി ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കെല്ലാം കുഞ്ഞിന് ചെറുതായിട്ടൊന്ന് റിലേ പോകും, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം സെറ്റാണ്. അല്ലയോ? അല്ലേ? അല്ല, എല്ലാം ഒരു കോൺഫിഡൻസിലൊക്കെ ചെയ്യാണ്. വീഡിയോന്റെ അവസാനം അറിയാം എന്താണ് അവസ്ഥ. ഈ പൊട്ടൻ ഒന്നും അറിയില്ല. നമ്മൾ ഇതെല്ലാം സോ ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിൽ ഫ്രൈ ആവണം. ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് അടുത്ത സെറ്റ് നമ്മൾ ഫ്രൈ ചെയ്യുന്നു. ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. നമ്മൾ ആദ്യം ഉള്ളിയും മുളകും പിന്നെ കൊറിയാൻഡറും ഇതെല്ലാം ഇട്ട് വഴട്ടി അതിനെ നമ്മൾ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഗ്രേവി, ഇതിനകത്ത് ഇനി നമ്മൾ കുറച്ച് പരിപാടികൾ ചെയ്യാണ്ട്, ഗ്രൈൻഡിങ് ചെയ്യണം, കുറേ പരിപാടിയുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടും കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. ഓക്കെ, നോൺ കൊടുക്കുക. ഫുഡിൻ്റെ നോൺ പറഞ്ഞാൽ ഹൈഡ് ആൻഡ് സീക്ക് മിലാനോ ചോക്കോ ആൻഡ് ഹേസൽനട്ട്. മണം അടിപൊളിയാണ്. 50% കുക്കായിട്ടുണ്ട്. ബട്ട് ഇനിയും കുറച്ചും കൂടെ വേണമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വെച്ചിട്ടൊരു 10-15 മിനിറ്റായി ഫസ്റ്റ് സെക്ഷൻ. ഇനി ഒരു സ്ലോട്ടും കൂടെ ബാക്കിയുണ്ട്. ഇല്ലണ്ട, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. Why we need to fry it? Because we are not going to boil the curry for a long time, only 10 minutes. So 10 minutes will not be enough for the chicken to cook properly. So we need to fry the chicken first. Hey! Oh, who is my cooking guru? പറഞ്ഞുകളാ. It is Chef Ranveer Brar.
വൃത്തികേട് പറയുന്നു ബ്ലോഗിന്റെ എല്ലാവരും വിചാരിക്കും So guys, this piece is ഇതാണ്. ഞാൻ ഒരു കാര്യം പറയായിരുന്നു, അതിന്റെ ഇടയിലാണ് സോ ഗൈസ്. അല്ല പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ സൗത്ത് ആണല്ലോ, ഇവരുടെ പോലെ അത്ര വെളുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. വെളുത്ത ചെക്കന്മാരുണ്ട്, അവന്മാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന റിലേഷനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എഫേർട്ട് ഇടും, കാരണം നമുക്കറിയാം നമ്മൾ അത്ര ലുക്സിൽ സെറ്റ് അല്ലാന്ന്. അത് കാരണം എന്താ, റിലേഷൻഷിപ്പിൽ ഞങ്ങൾ 100% ആയിരിക്കും. ഈ വെളുത്ത് നല്ല തുടുതുടുപ്പുള്ള ചെക്കന്മാർക്ക് അറിയാം അവന്മാരൊന്നും ഇങ്ങനെയെന്ന് പറഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കിട്ടും. അതുകൊണ്ട് അവന്മാർ എഫേർട്ട് ഇടാറില്ല. സോ പെണ്ണുങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാണാൻ കുറച്ച് ലുക്കില്ലേലും ചിലപ്പോൾ ലുക്കുള്ളവനെക്കാട്ടി കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് വാല്യൂസും കിട്ടും, റെസ്പെക്റ്റും കിട്ടും. ഒരു റിലേഷനിൽ വേണ്ടത് അതാണ്. അല്ലാണ്ട് 10 ആൾക്കാരുടെ മുമ്പിൽ 2 പേരും കൂടെ നടന്നു പോകുമ്പോൾ 2 ആൾക്കാർ നല്ലത് പറയണം എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു കപ്പിൾസ് ഉള്ള ടീംസ് ഉണ്ടെങ്കിൽ പറയും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ രണ്ട് വഴിക്ക് പോകും. അതിനെക്കാട്ടി നല്ലത് ഗോ ഫോർ ദ ബോയ്സ് ഹൂ ട്രീറ്റ് യു വെൽ, റെസ്പെക്ട് യു വെൽ. അഭിവാദ്യങ്ങൾ. പണ്ടെല്ലാം നമ്മള് മറ്റേ ഈ വണ്ടി ഓടിക്കുമായിരുന്നു. ഓടിക്കാറിയാത്ത സമയത്ത് തലങ്ങനെ വെച്ചിട്ട് അതിന്റെ വെള്ളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഗിയറിൽ വരുന്നു. ഇപ്പോഴൊന്നും അതൊന്നും അറിയില്ല പിള്ളേർക്ക്. ഇങ്ങനെ വലിയ പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗമാണ്. ഒരു 10-20 കിലോമീറ്റർ ഇങ്ങനെ അങ്ങ് ഓടിച്ചു പോവാ അല്ലേ? നീ ഓടിച്ചിട്ടുണ്ടോ ഇങ്ങനെ വണ്ടി? ഞാൻ ഇടയ്ക്കില്ല റോൾസ് റോയ്സും ബെൻസും ഇതെല്ലാം ഓടിക്കലായിരുന്നല്ലോ പരിപാടി. ഇങ്ങനെ ഓടിച്ച് തിരിച്ച് ഇങ്ങനെ നോക്കി റിവേഴ്സലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് പോകും. അതല്ല ഒരു കാലം. നമ്മുടെ ചിക്കൻ്റെ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. ഇത്രയും ഒരു ക്രിസ്പിനെസ് മേൽഭാഗം വേണം. ഇത് അകത്ത് മൊത്തം ബോയിലായിട്ടില്ല, ഇനിയും ബോയിലാവാനുണ്ട്. പക്ഷെ അത് നമ്മൾ ഗ്രേവിയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ബാക്കി അത് ഇപ്പോൾ ഇനി ഞങ്ങൾ സെക്കൻഡ് സെക്ഷൻ ഇട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് കണ്ടീഷൻ എല്ലാം കൂടി. ഇനി അടുത്തത് സ്മെൽസ് ഗുഡ്. ഇനി ഇതിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നതാണ് തൈര്. തൈര് ഇടണം. എങ്ങനെ? കുറച്ച് തൈര് ഇടുന്നു നമ്മൾ. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ മാറ്റി വെക്കുന്നു. നമുക്കിനി ഇതിനകത്ത് പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. വേവിക്ക് ഞാൻ ഇതിനകത്ത്. What is Veviki? Veviki means I love you. Oh, then I'll also Veviki to you. ഇനി നമ്മളിട്ട മസാലയും തൈരും ഇതെല്ലാം കൂടി നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഓക്കെ, ഡൺ. എന്നിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച മസാലയും ആ സെക്ഷൻ എടുത്ത് മൊത്തം ഈ തൈരിനകത്തോട്ട് എടുത്തിടുക. ഈ ഗ്രൈൻഡ് ചെയ്തത് ഒന്നും കൂടെ പറയാം, ഉള്ളി, കൊറിയൻഡർ, മുളക്, പെപ്പർ അതെല്ലാം കൂടെ നമ്മൾ ആദ്യം വഴറ്റിയില്ലേ, ആ സാധനം നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. അതിനകത്ത് കുറച്ച് തൈരും കൂടെ നമ്മൾ ഇട്ടായിരുന്നു. വെള്ളമൊന്നും ചേർക്കണ്ട, ഡയറക്റ്റ് അത് ഗ്രൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വേറെ തൈര് എടുത്തിട്ട് മൊത്തം മിക്സ് ചെയ്ത് അതിനകത്ത് ഉള്ള മസാലാസ് എല്ലാം ഇട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതും ഇതും കൂടെ രണ്ടും കൂടെ ചേർക്കുക. അപ്പോൾ ഇനി അടുത്ത നമ്മൾ ഗ്രേവി നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് നമുക്ക് ഗ്രേവി സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ട്, വെള്ളം ചേർക്കരുത്. ഇപ്പോൾ ആദ്യം നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്ത സംഭവം തൈരെല്ലാം വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് ആ സാധനം നമ്മൾ നേടിയിടുന്നു. അതിനകത്ത് നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നേരെ നമ്മൾ ഇനിയിപ്പം ഫ്രൈ മറ്റേ ഗ്രേവി ഉണ്ടാക്കും. അതിനകത്ത് വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ആദ്യം ചെയ്യണം. വെള്ളം ഒഴിക്കാം, ആദ്യം മസാലകളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് ഗ്രേവി മറ്റേ വെള്ളം ഒഴിക്കാം. കാരണം ഇല്ല, വെള്ളം ഒഴിച്ചില്ലെങ്കിൽ മസാല പെട്ടെന്ന് സെറ്റ്, വെള്ളം ഒഴിച്ചാൽ മസാല പെട്ടെന്ന് സെറ്റ് ആവില്ല. എന്താ പറയുക, നിസ്സാര കാര്യമല്ല കേട്ടോ.
വ്ളോഗിങ് ചെയ്യാൻ. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വൈറലാവും. ശ്രദ്ധിച്ച് സ്ക്രിപ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ വൈറലാവില്ല. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യ. So for the gravy, this is optional. This I'm putting on. നമ്മുടെ ഇത് കാരണം നമുക്ക് അല്ലെങ്കിൽ ഉള്ളതാണ് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ട്. അതുകൊണ്ട് ഒരു ഉണക്ക മുളക് ഇട്ടേച്ച്. പിന്നെ ഈ തടീന്റെ കുറച്ച് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണം. കാർഡമം, തേജ്പത്ത, ഇലയും കുറച്ച് തടി കഷ്ണം, പിന്നെ ഇലൈച്ചി ഏലക്ക. യെസ്, പണ്ടായി ഞാൻ മറന്നു. അപ്പൊ അത് സെറ്റ് ആക്കണം, എന്നാലേ കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. എണ്ണയല്ല, ബട്ടർ യൂസ് ചെയ്ത്. അപ്പോൾ ബട്ടർ ഇട്ടിട്ട് ബട്ടർ ഒന്ന് ലിക്വിഡ് ഫോം. എണ്ണ ഇട്ടില്ലല്ലോ, ഓയിലിടല്ലോ. Butter with oil. Okay. If you have ghee, it is much better. ghee, നെയ്യ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഓയിലും കുറച്ച് ബട്ടറും. കൂടുതലല്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ട് മതി. ഇല്ലെങ്കിൽ ചത്തു കൊളസ്ട്രോൾ ഒന്നും. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത ആ ഗ്രേവിൻ്റെ ഇതും പിന്നെ നമ്മൾ ആദ്യം മറ്റേ എണ്ണയിൽ വറുത്ത സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ച് മിക്സ് ചെയ്ത് മസാല പിടിക്കുന്ന രീതിയിൽ ഇനി ആക്കിയെടുക്കണം. അത്രയും നേരം ഇങ്ങനെ ഉലാത്തി നിൽക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഗ്രേവി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ആവുന്നുള്ളൂ. കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. So guys, this gravy is flying. ഗൈസ്, ഈ ഗ്രേവി മറ്റേ ബബിൾ വിടുന്നു ഗൈസ്. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ ചിക്കൻ ഇനി അടുത്തത് ഒരു 5 മിനിറ്റ് നമ്മൾ നെയ്തപ്പോൾ ഇത് ഒന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഉള്ള ചിക്കൻ എല്ലാം കൂടെ അതിനകത്തോട്ട് എടുത്തിടും നമ്മൾ. പെട്ടെന്ന് ഇടി, കണ്ടിട്ട് വിശക്കുന്നു. So guys, ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇടാം. Yes, കുറച്ച് because चिकन से भी पानी निकलेगा. സോ ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി നിൽക്കണം. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടി. അതുവരെ വെള്ളം ഒഴിക്കരുത്. ഇനിയിപ്പോൾ 10 കൗണ്ട് 1 2 3 കൗണ്ടിങ് അറിയില്ലേ? So guys, 10 minutes over. Now our curry should be ready. Let's see. നമ്മുടെ ചിക്കനും ഇതെല്ലാം കൂടെ അങ്ങ് സെറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ നിന്നും കൂടെ വെള്ളം ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് കറിയാകെ പൊളിയായിട്ടുണ്ട് ഗ്യാസ്. ഇതിനകത്ത് ഈ കാണുന്ന ഈ ഓയിലും ബട്ടറിൻ്റെ മിക്സപ്പ് പറഞ്ഞത് അത് ഡിപ്പെൻഡ്സ്. ലൈക്ക് ഇതിപ്പം ചൂടായിരിക്കുക, ഒന്ന് ചൂടെല്ലാം മാറി ഒന്ന് സെമി ഹോട്ടായി കഴിയുമ്പോഴത്തേക്കും റെഡിയാവും. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ്. ഓക്കെ, ചിക്കൻ വിത്ത് ഇറാനീസ് flavor ready. Now eating show. Yes. Garnish it with a little bit of kasuri methi, coriander leaves if you want. We don't want.
ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. How it is. We'll taste it. ചൂടാണ്. Taste it. Sour. സംഭവം കിടിക്കി guys. We are success. Cooking show is over.